ശക്തിക്കുമേൽ അനീതിക്കുമേൽ അധർമ്മത്തിനുമേൽ അന്തിമ വിജയം ധർമ്മത്തിനാണെന്നതാണ് വിജയദശമിയുടെ ആത്യന്തിക സന്ദേശം. ശ്രീനാരായണ ഗുരുദേവൻ ലളിതമായ ഭാഷയിൽ ധർമ്മത്തെ നമ്മുടെ മുന്നിൽ വച്ചു. ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. ധർമ്മമാണ് പരമമായ ദൈവം, ധർമ്മം തന്നെയാണ് മഹാധനം. എല്ലായിടത്തും ധർമ്മം വിജയിക്കുന്നു. അപ്രകാരമുള്ള ധർമ്മമാണ് മനുഷ്യന്റെ ഐശ്വര്യത്തിന് നിദാനം. ഭാരതത്തിൽ ഓരോ ഉത്സവത്തിൻ്റെയും പിന്നിൽ ഐതിഹ്യങ്ങളും മഹത്തായ സന്ദേശങ്ങളും കാണാം. വിജയദശമിയുമായി ബന്ധപ്പെട്ട് 3 ഐതിഹ്യങ്ങൾ നിലവിലുള്ളതായി കാണാം. ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിച്ച് ധർമ്മവിജയം നേടി തിരിച്ചെത്തിയ സുദിനം. പാണ്ഡവർ അജ്ഞാതവാസക്കാലത്ത് ആയുധങ്ങൾ വന്യമരച്ചുവട്ടിൽ സൂക്ഷിച്ചിരുന്നു. അജ്ഞാതവാസത്തിന് ശേഷം ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ ആയുധങ്ങൾ തിരിച്ചെടുത്ത് ധർമ്മയുദ്ധത്തിനായുള്ള പുറപ്പാടിൻ്റെ ദിനമാണ് വിജയദശമി എന്നതാണ് രണ്ടാമത്തെ ഐതിഹ്യം. മഹിഷാസുരനെ വധിക്കാൻ സമ്പൂർണ്ണ ദേവഗണങ്ങളും തങ്ങളുടെ ആയുധങ്ങളും ശക്തിയും ദുർഗാദേവിക്ക് നൽകി ദുർഗയെ അസാധാരണ ശക്തിയുള്ളവളാക്കി. ശക്തി സംഭരിച്ച ദേവി മഹിഷാസുരവധം നടത്തി വിജയം വരിച്ച ദിനമാണ് വിജയദശമി എന്നാണ് മൂന്നാമത്തെ ഐതിഹ്യം. ഐതിഹ്യങ്ങൾ 3 ആണെങ്കിലും നൽകുന്ന സന്ദേശം ഒന്നാണ്. അന്തിമമായി അധർമ്മം പരാജയപ്പെടുകയും ധർമ്മം വിജയിക്കുകയും ചെയ്യും. ആർഷഭാരതത്തിൽ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ദേശവ്യത്യാസം ഇല്ലാതെ എല്ലായിടത്തും ഈ ദിനങ്ങൾ ഭക്തിയോടും ചിട്ടയോടും ആചരിച്ച് പോരുന്നു. നമ്മുടെ തെറ്റുകളും കുറവുകളും ഒക്കെ ക്ഷമിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി ദേവി കൃപ ചൊരിയും. ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കണമെങ്കിൽ അതിനുള്ള ശക്തിയും സാമർഥ്യവും അറിവും നമുക്ക് ഉണ്ടായിരിക്കണം. ഒപ്പം ശുദ്ധിയും ആവശ്യമാണ്. അത് വെളിവാക്കുന്ന ഒരു കഥ കേട്ടാലോ? ഒരിടത്ത് ദേവീഭക്തനും പണ്ഡിതനുമായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എവിടെ പോകുമ്പോഴും ദേവിയും കൂടെ പോകും. മറ്റുള്ളവർക്ക് ദേവിയെ കാണാൻ കഴിയില്ലായിരുന്നു. എങ്കിലും ബ്രാഹ്മണന് ദേവിയെ കാണാനും ദേവിയോട് സംസാരിക്കാനും കഴിയുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം യാത്രക്കിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. കുറെ നേരം അവിടെ കാത്തുനിന്നു. എന്നിട്ടും ദേവി വന്നില്ല. ദേവിയെ അന്വേഷിച്ച അദ്ദേഹം കുറച്ചു ദൂരം തിരിഞ്ഞു നടന്നു. അപ്പോൾ വഴിയരികിൽ ഒരു താഴ്ന്ന ജാതിക്കാരന്റെ കുടിലെ പീഠത്തിൽ ദേവി ഇരിക്കുന്നത് കണ്ടു. അവിടത്തെ ഗൃഹനാഥൻ ദേവിയെ സങ്കൽപ്പിച്ച് വാളും ശൂലവും പീഠത്തിൽ വെച്ച് പൂജിക്കുകയും നാടൻ പാട്ടുകൾ ചൊല്ലി സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയമത്രയും ദേവി അയാളുടെ പൂജ സ്വീകരിച്ച് പുഞ്ചിരി തൂക്കി ഇരിക്കുകയായിരുന്നു. പൂജയെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി ബ്രാഹ്മണന്റെ അടുത്തു വന്നു. അപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു, അമ്മേ, യാതൊരു മന്ത്രവും തന്ത്രവും അറിയാത്ത താണജാതിക്കാരനായ ഇവന്റെ പൂജ അവിടുന്ന് സ്വീകരിച്ച് ഇത്രയും നേരം അവിടെ ഇരുന്നത് കഷ്ടം തന്നെയാണ്. ഇനിയെങ്കിലും ദയവായി ഇങ്ങനെ ചെയ്യരുത്. ഇത് കേട്ട് ദേവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനഃശുദ്ധിയും ഭക്തിയും വേണ്ടത്ര വന്നിട്ടില്ല. വലിയവനെന്നും ചെറിയവനെന്നുമുള്ള വ്യത്യാസം എനിക്കില്ല. ഞാൻ ഹൃദയശുദ്ധിയാണ് നോക്കുന്നത്. എന്നെ ഭക്തിയോടെ ആര് വിളിച്ചാലും ഞാൻ അവിടെ ചെല്ലും. ശാസ്ത്രജ്ഞാനത്തേക്കാൾ എനിക്ക് പ്രിയം നിഷ്കളങ്കമായ ഭക്തിയാണ്. ഇതിനെയും മനസ്സിലാക്കാത്ത നിന്റെ കൂടെ ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. ഈ
വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുഞ്ഞനിയന്മാർക്കും കുഞ്ഞനിയത്തിമാർക്കും അറിവിന്റെ അനന്തവിഹായസിലേക്ക് ഹൃദയശുദ്ധിയുടെ പറന്നുയരാൻ സരസ്വതി ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.